എംഐയും മഴയും എല്ലാവരും നന്നായിട്ട് തന്നെ ശ്രമിച്ചു കേട്ടോ KKR ജയിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം KKR ഇപ്പം ഇന്നലത്തെ മാച്ച് ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് പ്ലേ ഓഫിലോട്ട് സാധ്യതയുള്ള ഒരു ടീമായിട്ട് ഫുള്ളി മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു സ്റ്റേജിലാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ആ മഴേനെയും എംഐനെയൊക്കെ ഭേദിച്ചുകൊണ്ട് KKR കളി ജയിക്കായിരുന്നു. 7 ബോൾ ബാക്കി നിൽക്കെ 4 വിക്കറ്റിന്റെ ഒരു വിജയമായിരുന്നു. അതുമാത്രമല്ല ഇന്നലത്തെ ആ ഒരു ജയത്തോടു കൂടി പ്ലേ ഓഫ് സാധ്യത ഓൾമോസ്റ്റ് ഉറപ്പിച്ചിട്ടുണ്ട് KKRും. കാരണം ഇപ്പൊ ഓൾറെഡി കോമ്പറ്റീഷനിൽ ഉണ്ടല്ലോ കുറച്ച് പേര്, അപ്പൊ അവരുടെ കൂട്ടത്തിൽ KKRും കൂടി വന്നിരിക്കുകയാണ്. ഏകദേശം തോറ്റിട്ട് പുറത്തോട്ട് പോയ ടീമാണെങ്കിലും MI ഇപ്പോഴും ഒന്ന് പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ പ്ലേ ഓഫിലോട്ട് കയറാൻ സാധ്യതയുള്ള ടീമുകളെ. എന്തായാലും ഇന്നലത്തെ ആ ഒരു മാച്ചോടുകൂടി എംഐയുടെ മാച്ച് കഴിഞ്ഞു. അപ്പൊ ഇനി വേറെ ടീമുകളെ പേടിച്ചാൽ മാത്രം മതി. പ്രത്യേകിച്ച് നമ്മളെ LSG ഒക്കെ ഉണ്ടല്ലോ, അവർക്ക് ഇപ്പോഴും ഇങ്ങനെ കാത്തിരിക്കുകയാണ് ആരെങ്കിലും ഒന്ന് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റിലോട്ട് എത്തിയ സമയത്ത്. ഇന്നലത്തെ മാച്ചിൽ കുറച്ചും കൂടി ബൗളിങ്ങിന് ആധിപത്യം ഉണ്ടായ ഒരു മാച്ച് ആയിരുന്നു കേട്ടോ. കാരണം IPL നമുക്ക് അറിയാലോ, എപ്പോഴും ബാറ്റേഴ്സിന് അനുകൂലമായിട്ടുള്ള പിച്ചായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള അടികൾ വരുന്ന ഒരു ഗ്രൗണ്ട് തന്നെയാണ് പൊതുവെ ഉണ്ടാവുക. പക്ഷെ ഇന്നലത്തെ ഈഡൻ ഗാർഡൻ അങ്ങനെ ആയിരുന്നില്ല. മഴയൊക്കെ പെയ്തുകൊണ്ടാവാം, അത് മാത്രമല്ല പൊതുവെ ഒരു ട്രിക്കി ആയിട്ടുള്ള ഒരു പിച്ച് ആയതുകൊണ്ട് തന്നെ ഇന്നലെ ബൗളിങ്ങിന് കുറച്ചും കൂടി അനുകൂലമായിരുന്നു. അത് മാത്രമല്ല ബൗളിങ്ങിൽ ആരാണ് മികച്ചതായിട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടീമാണ് ഇന്നലെ ജയിച്ചിട്ടുണ്ടായിരുന്നത്. അത് നമ്മളെ സ്വന്തം KKR തന്നെയായിരുന്നു. കാരണം MI നന്നായിട്ടൊക്കെ ചെയ്തു, പക്ഷേ KKR ഒന്നും കൂടി നന്നായിട്ട് ചെയ്തുകൊണ്ടാണ് കളി ആ ഒരു രീതിയിൽ എത്തിയത്. 8ഉം 6ഉം 14 വിക്കറ്റാണ് ടോട്ടൽ രണ്ട് ടീമും കൂടി ഇന്നലെ എടുത്തിട്ടുണ്ടായത്. ഇന്നലെ ശരിക്കും MIയുടെ ഭാഗത്ത് നിന്ന് പറയത്തക്ക രീതിയിൽ ആരും ടോപ്പ് ഓർഡേഴ്സിൽ അങ്ങനെ കളിച്ചില്ല. അവസാനത്തോട്ട് നമ്മുടെ കോർബിൻ ബോഷും അതുപോലെ വിൽ ജാക്സ്, രണ്ട് ഓൾറൗണ്ടേഴ്സ് ആണ് ഒന്ന് കളിക്കാൻ ശ്രമിച്ചത്. വിൽ ജാക്സിന് നിർഭാഗ്യം എന്നുള്ള രീതിയിൽ ആ റൺഔട്ട് ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടി നല്ല രീതിയിൽ സ്കോർ എത്തിയേനെ. പക്ഷേ കോർബിൻ ബോഷ് അടിക്കേണ്ട രീതിയിൽ തന്നെ ആൾ അടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് അവർ അറ്റ്ലീസ്റ്റ് ഒരു കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോട്ടലോട്ട് 147 എത്തിയത്. 148 എന്നുള്ള ഒരു ടോട്ടല് KKRന് പ്രത്യേകിച്ച് സ്റ്റാർട്ടിംഗിൽ റഹാനെ നന്നായിട്ട് തുടങ്ങിയതുകൊണ്ടും അതുപോലെ തന്നെ എൻഡിലോട്ട് നമ്മൾ മനീഷ് പാണ്ഡെയും അതുപോലെ റോമൻ പവലും കളി ജയിപ്പിക്കുകയായിരുന്നു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് രണ്ട് ടീമും, മനീഷ് പാണ്ഡെ ആണെങ്കിലും അതുപോലെ കോർബിൻ ബോഷ് ആണെങ്കിലും ബോളിംഗിൽ മാത്രമല്ല കോർബിൻ ബോഷ് ഫീൽഡിംഗിലും ബാറ്റിംഗിലും പൊളിയാണ്. അതുപോലെ തന്നെ ഇപ്പുറത്തെ ബാറ്റിംഗിൽ മാത്രമല്ല ഫീൽഡിംഗിലും പൊളിയാണ് മനീഷ് പാണ്ഡെ. ശരിക്കും ഇന്നലത്തെ മാച്ച് ജയിച്ചിട്ട് ദൈവത്തിന്റെ പോരാളികൾക്ക് കുറച്ചൊന്ന് ആ ഒരു പ്രൈഡ് ഒന്ന് നിലനിർത്താമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ശരിക്കും കളിച്ചത്. പക്ഷേ അത് ആക്കാൻ പറ്റിയില്ല, മഴ ശ്രമിച്ചിട്ട് പോലും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇന്നലത്തെ മാച്ചിന്റെ പ്രത്യേകത. ആദ്യം ബാറ്റ് ചെയ്ത MIക്ക് സ്റ്റാർട്ടിംഗ് മുതലേ ഭയങ്കര അബദ്ധമായിരുന്നു. കാരണം ഓപ്പണേഴ്സിൽ രോഹിത് ശർമ്മയ്ക്ക് ഒന്ന് അടിച്ച് ശ്രമിച്ചെങ്കിലും അത് വലിയൊരു സ്കോറിലോട്ട് എത്താൻ പറ്റിയില്ല. അത് മാത്രമല്ല പിന്നീട് അങ്ങോട്ട് സൂര്യകുമാറും സാധാരണ കളിക്കുന്ന രീതിയിലല്ല കളിച്ചത്, പക്ഷേ ഇന്നലെ അതും വലിയൊരു സ്കോറിലോട്ട് എത്തിയില്ല. അതുപോലെ തന്നെ തിലക് വർമ്മ, ഹാർദിക് പാണ്ഡ്യക്കൊന്നും ആ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു അടിയില്ലേ, സ്ട്രൈക്ക് റേറ്റ് കൂട്ടിയിട്ടുള്ള ഒരു അടിയൊന്നും അടിക്കാൻ വേണ്ടി പറ്റിയില്ല. അങ്ങനെ എല്ലാവരും അടിച്ചടിച്ച 15, 20, 25, 30 റണ്ണൊക്കെ എടുത്തിട്ട് ലാസ്റ്റിലോട്ട് ശരിക്കും നല്ല രീതിയിൽ കളിച്ചത് കോർബിൻ ബോഷും അതുപോലെ വിൽ ജാക്സും ആയിരുന്നു. 7 ബോളിൽ 14 റൺസ് എടുത്തിട്ട് വിൽ ജാക്സ് ഒരു 4 ഒരു 6 അടിച്ച് അത്യാവശ്യം ഫോമിലോട്ട് കയറി വരുന്ന സമയത്താണ് ആ ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള റൺഔട്ട് റിങ്കു സിംഗ് എന്ന് പറഞ്ഞൊരു കിടിലൻ ഫീൽഡർ എടുക്കുന്ന കറക്റ്റ് ടൈമിങ്ങിലുള്ള ബോൾ എറിയലും അതുപോലെ തന്നെ വരുൺ ചക്രവർത്തി ടൈമിങ്ങിനായിട്ട് ആ ഒരു വിക്കറ്റിംഗ് സ്റ്റംപ് ചെയ്തതും കറക്റ്റായിട്ട് ആ ഒരു വിക്കറ്റ് വരെയായിരുന്നു. അതുപോലെ തന്നെ കോർബിൻ ബോഷ് 18 ബോളിൽ 32 റൺസാണ് എടുത്തത്, 3 4ഉം 2 6 അടിച്ചിട്ടുണ്ടായിരുന്നു. ഇവരായിരുന്നു ശരിക്കും ഇന്നലത്തെ ഈ ഒരു ടീമിന്റെ ടോപ്പ് സ്കോറർ ആയിട്ടുണ്ടായിരുന്നു. ശരിക്കും നമ്മുടെ ഹാർദിക് പാണ്ഡ്യയും അതുപോലെ തന്നെ തിലക് വർമ്മയും ഉണ്ട്, പക്ഷെ അവരെടുത്ത ആ ഒരു റൺസ് ഉണ്ടല്ലോ അതൊരിക്കലും ഈ ഒരു T20 മാച്ചിന് നല്ല രീതിയിൽ ചെയ്യുന്നതായിരുന്നില്ല. കാരണം സ്ട്രൈക്ക് റേറ്റ് ഒക്കെ ഭയങ്കര കുറവായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് അവരെ പറയാൻ തോന്നുന്നത്. ശരിക്കും ഇന്നലെ KKRന്റെ ബൗളേഴ്സിൽ എല്ലാവരും അടിപൊളിയായിട്ട് ബോൾ ചെയ്തു. ആരും 10 മേലെ എക്കണോമിയിൽ ബോൾ എറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതന്നെ ഏറ്റവും ഫസ്റ്റ് കൈയടിക്കേണ്ട ഒരു കാര്യമാണ്. ആൻഡ് കറക്റ്റ് ടൈമിങ്ങിലുള്ള ആ ഒരു ബോളിംഗ് റൊട്ടേഷനും കാര്യങ്ങളൊക്കെ അജിങ്ക്യ രഹാനെ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ചെങ്കിലും എക്സ്പെൻസീവ് ആയ നമ്മുടെ കാർത്തിക് ത്യാഗിയാണ് 4 ഓവറിൽ 37 റൺസ് കൊടുത്തിട്ട് 2 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 4 ഓവറിൽ 34 റൺസ് കൊടുത്തിട്ട് 2 വിക്കറ്റ് എടുത്ത സൗരഭ് ഡൂബയും അത്യാവശ്യം നല്ല രീതിയിലുള്ള ബോളിംഗ് ആയിരുന്നു. പ്രത്യേകിച്ച് ആ ഒരു ടൈമിലുള്ള വിക്കറ്റ് എടുക്കൽ ആളുടെ ഒരു പ്രത്യേകത തന്നെയാണ്. 3 ഓവറിൽ 23 റൺസ് കൊടുത്തിട്ട് 2 വിക്കറ്റ് എടുത്ത കാമറൂൺ ഗ്രീനും ഇന്നലെ തിളങ്ങി. അതായത് ബാറ്റിംഗിൽ ഇപ്പം കുറച്ചായിട്ട് തിളങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് എല്ലാ മാച്ചസിലും ബൗളിംഗിലും ഒരു വിക്കറ്റെങ്കിലും എടുക്കാറുണ്ട്. ഇന്നലെ 2 വിക്കറ്റ് എടുത്ത് ആളുടെ ആ ഒരു എത്ര പൈസക്കാണ് വാങ്ങിയിട്ടുള്ളത് അതിന്റെ ആ ഒരു കളിയൊക്കെ കളിച്ച് നന്നായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ ഓരോ മാച്ച് കഴിയും തോറും. എന്നത്തെയും പോലെ തന്നെ ഏറ്റവും കുറവ് റൺസ് കൊടുത്ത സുനിൽ നരേനായിരുന്നു. 4 ഓവറിൽ 13 റൺസ് കൊടുത്തിട്ടാണ് ഒരു വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. വരുൺ ചക്രവർത്തിയും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ബോൾ ചെയ്തത്. 4 ഓവറിൽ 28 റൺസായി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വിക്കറ്റ് ഒന്നും കിട്ടിയില്ല. പക്ഷേ ഒരു വിക്കറ്റിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു റിങ്കു സിംഗ് എറിഞ്ഞു കൊടുത്ത ബോൾ കറക്റ്റായിട്ട് സ്റ്റംപ് ചെയ്തത്. പ്രത്യേകിച്ച് അതൊരു ഇമ്പോർട്ടന്റ് വിക്കറ്റ് ആയതുകൊണ്ട് തന്നെ വിൽ ജാക്സിന്റെ വിക്കറ്റ് ആയിരുന്നു. അതുകൊണ്ട് വരുൺ ചക്രവർത്തിയും ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ് ഇന്നലത്തെ നല്ല പെർഫോമൻസ്. 148 എന്നുള്ളൊരു ചേസും മസ്റ്റായിട്ട് ഈ മാച്ച് വിൻ ചെയ്യണം എന്നുള്ളൊരു ആ ഒരു ദൃഢനിശ്ചയം ഉണ്ടല്ലോ, അത് കറക്റ്റായിട്ട് ഇന്നലെ അജിങ്ക്യ രഹാനയ്ക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ക്യാപ്റ്റന്റെ മെച്യൂരിറ്റി ആയിട്ടുള്ള ഒരു ഇന്നിംഗ്സ് ആണ് ഇന്നലെ ഫസ്റ്റ് ആൾ കാഴ്ചവെച്ചത്. 17 ബോളിൽ 21 റൺസാണ് എടുത്തത്, 4 4 മാത്രമേ അടിച്ചുള്ളൂ. അതായത് ഏകദേശം ഗ്രൗണ്ട് ഷോട്ട്സ് മാത്രം അടിച്ചിട്ട് വിക്കറ്റ് കളയാണ്ട് എങ്ങനെയെങ്കിലും നിൽക്കാന്നുള്ളൊരു പ്ലാൻ ആയിരുന്നു ആളുടെ ഉണ്ടായിരുന്നത്. വെടിക്കെട്ടുകാരായിട്ടുള്ള ഫിന്നലും കാമറൂൺ ഗ്രീനും ഇന്നലെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും മനീഷ് പാണ്ഡെക്ക് ഒരു സ്ഥാനക്കയറ്റം കിട്ടിയ സമയത്ത് ഇന്നലെ നല്ല രീതിയിൽ ബാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 33 ബോളിൽ 45 റൺസാണ് എടുത്തിരുന്നത്, 5 4 അടിച്ചിട്ടുണ്ടായിരുന്നു. ആളും ഗ്രൗണ്ട് ഷോട്ട് തന്നെയാണ് കൂടുതൽ അടിച്ചത്. കാരണം വിക്കറ്റ് ഇവിടെ പോകാൻ പാടില്ലല്ലോ. മനീഷ് പാണ്ഡെക്ക് കട്ട സപ്പോർട്ട് ചെയ്തുകൊണ്ട് വെടിക്കെട്ട് അടിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു ബാറ്റ്സ്മാൻ ആയിരുന്നു റോമൻ പവൽ. അറിയാലോ ആ വെസ്റ്റ് ഇൻഡീസ് കരുത്ത് എങ്ങനെയായിരിക്കും എന്നുള്ളത്. 30 ബോളിൽ 40 റൺസാണ് എടുത്തത്, 4 4ഉം 2 പടുകൂറ്റൻ 6 ഉണ്ടായിരുന്നു ആളുടെ ബാറ്റിൽ നിന്ന്. ഗസൻഫറിന്റെ ബോളിൽ ഒരു കിട്ടിലൻ ക്യാച്ച് ഇന്നലെ ബോഷ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ക്യാച്ചിലാണ് ശരിക്കും ഇന്നലെ പവൽ ഔട്ടായത്. കളി ഏകദേശം ജയിക്കേണ്ട ഒരു സ്റ്റേജിൽ എത്തിയപ്പോഴാണ് ഇങ്ങനെയുള്ള വിക്കറ്റ്സ് ഒക്കെ പോയതുകൊണ്ട് തന്നെ റിങ്കു സിംഗ് അവസാനം തൊട്ട് വന്ന് അനുകുൽ റോയ് ഒരു സൈഡിൽ
കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കറിയാലോ റിങ്കു സിംഗ് ആയതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ഫിനിഷറാണ്. റിങ്കു സിംഗ് ഒന്ന് ഫോമിലോട്ട് വന്നപ്പോൾ തൊട്ടിട്ട് KKR അധികം ലോസ് ഉണ്ടായിട്ടില്ല. ആൻഡ് ഇന്നലെ ആ ഒരു ഫിനിഷർ റോൾ ആൾ ഭംഗിയായിട്ട് തന്നെ ചെയ്തു. അങ്ങനെ 148 റൺസ് 7 ബോൾ ബാക്കി നിൽക്കെ ജയിക്കുകയും ചെയ്തു. മുംബൈ ഇന്ത്യൻസിന്റെ ബൗളിംഗ് എടുത്തു കഴിഞ്ഞാൽ ഇന്നലെ കോർബിൻ ബോഷും അതുപോലെ രഘു ശർമ്മയും രണ്ടുപേരും കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു. രഘു ശർമ്മ 11 മേലെ എക്കണോമി ബോൾ ചെയ്ത സമയത്ത് കോർബിൻ ബോഷ് 10 എക്കണോമിയിലാണ് ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ബോഷിന് 3 ഓവറിൽ 30 റൺസ് കൊടുത്തിട്ട് 3 വിക്കറ്റ് എടുത്ത സമയത്ത് രഘു ശർമ്മയ്ക്ക് 2 ഓവറിൽ 23 റൺസ് കൊടുത്തിട്ട് വിക്കറ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ബുംറയും ദീപക് ചാഹറൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബുംറ 4 ഓവറിൽ 26 റൺസ് എടുത്തിട്ട് 1 വിക്കറ്റ് എടുത്ത സമയത്ത് ദീപക് ചാഹർ 3 ഓവറിൽ 23 റൺസ് എടുത്തിട്ട് 1 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ബാക്ക് ടു പ്ലെയർ ആയിട്ട് വന്നിട്ടുള്ള ഗസൻഫർ 4 ഓവറിൽ 25 റൺസ് കൊടുത്തിട്ട് 1 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഹർദിക് പാണ്ഡ്യക്ക് വിക്കറ്റ് ഒന്നും കിട്ടിയില്ലെങ്കിലും 2 ഓവറിൽ വെറും 13 റൺസേ ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്നലത്തെ ആ ഒരു ജയത്തോടുകൂടി KKR എഗെയിൻ നമ്മളും ഉണ്ട് വഴിയിൽ, നമുക്ക് എന്തായാലും പ്ലേ ഓഫിൽ കാണാം, റേസ് ടു പ്ലേ ഓഫ് എന്നുള്ളൊരു ആ ഒരു മോഡിലോട്ട് KKR വന്നിരിക്കുകയാണ്. ശരിക്കും KKR ആദ്യം കളിച്ച കുറെ മാച്ചസിലൊക്കെ തോറ്റ് ഓൾമോസ്റ്റ് അവരുടെ ആ ഒരു ഈ സീസണിൽ ഇല്ലാന്ന് ഏകദേശം തെളിയിച്ച സമയത്താണ് പിന്നീട് അങ്ങോട്ട് അവരുടെ ഒരു കമ്പാക്ക് ഉണ്ടായത്. ലാസ്റ്റ് കളിച്ച 7 മാച്ചസ് ആയിട്ടും ഒരു മാച്ച് മാത്രമേ തോറ്റിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാ മാച്ചും അവർക്ക് ജയിക്കാൻ വേണ്ടി പറ്റി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഓൾമോസ്റ്റ് പ്ലേ ഓഫിന്റെ പടിക്കൽ വന്ന് നിൽക്കുകയാണ്. ഇവർ നല്ല കോമ്പറ്റീഷൻ നടത്തുന്നത് പഞ്ചാബ് കിങ്സ്, RR, DC, അതുപോലെ തന്നെ ചെന്നൈ സൂപ്പർ കിങ്സ്. ഇവരൊക്കെ ആ ഒരു പ്ലേ ഓഫിലോട്ട് കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് 4ാം സ്ഥാനത്തോട്ട്. ആര് കയറുന്നുള്ളത് ഓരോ മാച്ചസ് കഴിയുമ്പോഴേ മനസ്സിലാവുന്നുള്ളൂ. പക്ഷെ എന്തായാലും KKRും ആ ഒരു വഴിയിൽ ഉണ്ട് എന്ന് ഇന്നലത്തെ മാച്ചോടുകൂടി കാണിച്ചു തന്നു.